ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ബോധവൽക്കരണ ദിനം. സമൂഹത്തിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസർ എന്ന രോഗത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയും രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുകയും ഒപ്പം രോഗം തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാനും ഈ ദിനാചരണത്തിൽ വിവിധ സംഘടനകൾ ഓർമ്മിപ്പിക്കുന്നു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണത്തിന് ആവശ്യമായത് ആരോഗ്യ സാക്ഷരതയാണെന്ന് പുരുഷൻ കടലുണ്ടി MLA. ബാർ കോഴ കേസിൽ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതൃത്വത്തിൽ ജനകീയ സത്യാഗ്രഹവും താലൂക്ക് ഓഫീസ് മാർച്ചും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കാസ് ലാബ് നിർത്തിവെച്ചത് സ്വാഗതം ചെയ്യുന്നതായി MSS സംസ്ഥാന പ്രസിഡന്റ് TP അഷ്റഫ് അലി. വാർത്തകൾ വിശദമായി. ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അറിവ് മുതൽക്കൂട്ടാക്കി വെച്ച് അതിലൂടെ വേണം നാം പ്രവർത്തിക്കേണ്ടതെന്ന് കേരള വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് നൂർബിന റഷീദ്. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബശ്രീ ജില്ലാ മിഷന്റെ ക്യാൻസർ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ലാതല ക്യാൻസർ ബോധവൽക്കരണ ശില്പശാല നടന്നു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കേരള വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് നൂർബിന റഷീദ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾ ഏതൊരു കാര്യവും ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ ജോലി നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിക്കുമെന്നും ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അറിവ് മുതൽക്കൂട്ടാക്കി വെച്ച് അതിലൂടെ നമ്മൾ പ്രവർത്തിക്കണമെന്നും നൂർബിന റഷീദ് പറഞ്ഞു. എല്ലാ സ്ഥാനമാനങ്ങളും നമുക്ക് ശാശ്വതമല്ല, പക്ഷെ ഓരോ സ്ഥാനത്തിരിക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്ന അറിവും അനുഭവവും അത് നമ്മൾ മുതൽക്കൂട്ടാക്കി വെച്ചുകൊണ്ട് ക്യാൻസർ അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നടന്ന സെമിനാറിൽ ഡോക്ടർ ബിനീഷ് ക്ലാസ് എടുത്തു. ജില്ലാ മിഷൻ കോർഡിനേറ്റർ KK മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനുള്ള ഉപഹാര വിതരണവും പദ്ധതി വിശദീകരണവും CDS ചെയർപേഴ്സൺമാർക്കുള്ള മൊമെന്റോ വിതരണവും പുതിയ CDS ചെയർപേഴ്സൺമാർക്കുള്ള ID കാർഡ് വിതരണവും നടന്നു. ആജീവിക കൺസൾട്ടന്റ് ജെൻസൺ M ജോയ്, PK അസീസ്, ജീജാദാസ്, മുഹമ്മദ് യൂനുസ് TK തുടങ്ങിയവർ സംസാരിച്ചു. ബാർ കോഴ കേസിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ജനകീയ സത്യാഗ്രഹവും നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഉമ്മൻചാണ്ടി സ്വയം രാജിവെച്ചൊഴിയണമെന്നും അല്ലാത്തപക്ഷം സർക്കാരിനെ പുറത്താക്കാനുള്ള എല്ലാ പ്രക്ഷോഭ പരിപാടികൾക്കും BJP മുന്നിൽ നിന്നും പ്രവർത്തിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ബാർ കോഴ കേസിൽ മാണി രാജിവെക്കുക എന്നാവശ്യപ്പെട്ട് ജനകീയ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി BJP നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബാർ അഴിമതി കേസിൽ 4 മന്ത്രിമാരും KM മാണിയുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. K ബാബു കോൺഗ്രസ് മന്ത്രിമാർക്കു വേണ്ടിയും KM മാണി മുഖ്യമന്ത്രിക്ക് വേണ്ടിയുമാണ് കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങിയത്. ഇടതുമുന്നണിയും ഐക്യമുന്നണിയും കേരളത്തെ കട്ടുമുടിക്കുന്ന സ്ഥിതിവിശേഷത്തിനെതിരെയാണ് BJP ജനകീയ സത്യാഗ്രഹവും താലൂക്ക് കേന്ദ്രങ്ങളിൽ ധർണയും സംഘടിപ്പിച്ചത്. BJP ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. കാര്യങ്ങൾക്കായിട്ട് പണം വാങ്ങുന്നു എന്നുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. 25 കോടി ബാറുടമകൾ സമാഹരിച്ച് മന്ത്രിമാർക്ക് നൽകിയതായിട്ടുള്ള ആരോപണം വന്നിരിക്കുന്നു. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, കർഷക മോർച്ച സംസ്ഥാന സെക്രട്ടറി P ഹരിദാസൻ, കർഷക മോർച്ച ജില്ലാ സെക്രട്ടറി O സുഭദ്രൻ എന്നിവർ സംസാരിച്ചു. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി T വിപിൻ, T ചക്രായുധൻ, KP ചന്ദ്രൻ, R മഞ്ജുനാഥ്, K ബിന്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിൽ ഇന്ന് ആരോഗ്യ സാക്ഷരതയാണ് അനിവാര്യമായ ഘടകമെന്ന് പുരുഷൻ കടലുണ്ടി MLA. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ക്യാൻസർ ചികിത്സാ സേവന രംഗത്ത് മികച്ച പ്രവർത്തകർക്കുള്ള പ്രഥമ അവാർഡുകൾ വിതരണം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ക്യാൻസർ ചികിത്സാ സേവന രംഗത്ത് മികച്ച പ്രവർത്തകർക്കുള്ള MSS ക്യാൻസർ പേഷ്യന്റ് റിലീഫ് ഫണ്ട് പ്രഥമ അവാർഡുകൾ വിതരണം ചെയ്തു. ക്യാൻസർ രോഗ ചികിത്സാ രംഗത്തെ സേവനത്തിന് ജീവിതം മുഴുവൻ മാറ്റിവെച്ച ഡോക്ടർ നാരായണൻകുട്ടി വാര്യർക്കും മലബാർ മേഖലയിൽ നിർധരരായ ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടവർക്ക് സ്വാന്തനമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സാവിത്രി സാബു മെമ്മോറിയൽ വാർഡ് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിക്കുകയും അതിന്റെ ഇപ്പോഴത്തെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുകയും ഒരു പഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളെയും ക്യാൻസർ ബോധവൽക്കരണം നടത്തുകയും ചെയ്ത RN സഞ്ജീവ് സാബു ക്യാൻസർ രോഗികളെ അതീവ ജാഗ്രതയോടെ അവർക്കുവേണ്ട പരിചരണം, സാന്ത്വനം, സാമ്പത്തിക സഹായം എന്നിവ നൽകി വരുന്ന മൂസിന എന്നിവർക്കാണ് അവാർഡുകൾ നൽകിയത്. MSS സംസ്ഥാന പ്രസിഡന്റ് P. ഉണ്ണീൻ അവാർഡുകൾ വിതരണം ചെയ്തു. പുരുഷൻ കടലുണ്ടി MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ദിവസേന രോഗം കൂടി വരുന്ന കേരളത്തിൽ ഇന്ന് ആരോഗ്യ സാക്ഷരതയാണ് അനിവാര്യമായ ഘടകമെന്ന് പുരുഷൻ കടലുണ്ടി പറഞ്ഞു. MSS ഓഡിറ്റോറിയത്തിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിന് MSS ജനറൽ സെക്രട്ടറി P. മുഹമ്മദ് കോയ അധ്യക്ഷം വഹിച്ചു. ടെലിവിഷൻ താരം വിനോദ് കോവൂർ മുഖ്യാതിഥിയായി. MSS ചെയർമാൻ K. മൊയ്തു ഹാജി, K. കുഞ്ഞാലി, PV അബ്ദുറഹിമാൻ, ഖദീജ ടീച്ചർ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ MLA MP ഫണ്ട് വിനിയോഗത്തിൽ വരുത്തിയ മാറ്റം സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയാവുമെന്ന് കളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദി പ്രവർത്തകർ. പുതുക്കിയ നിബന്ധനകൾ പ്രകാരം കമ്പ്യൂട്ടർ മൾട്ടിമീഡിയ സൗകര്യങ്ങൾക്കുള്ള ഫണ്ട് ലഭ്യമാക്കാത്ത സ്ഥിതി വന്നിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. 2014 7 മാസം ഇറങ്ങിയ ഒരു ഗൈഡ് ലൈൻസിന്റെ വെളിച്ചത്തിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക്, ലൈബ്രറി, സാംസ്കാരിക സംഘടനകൾക്കൊന്നും MP ഫണ്ട് അനുവദിക്കാൻ പാടില്ല, വിദ്യാലയങ്ങൾക്ക് മാത്രമേ പരിമിതപ്പെടുത്തിക്കൊണ്ടാണ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസ് എന്ന പേരിൽ സന്നദ്ധ സംഘടനകൾക്കും സാംസ്കാരിക സംഘടനകൾക്കും വലിയ കമ്പനികളുടെ ലാഭത്തിൽ നിന്ന് വിഹിതം നീക്കിവെക്കാൻ കമ്പനി ആക്ടിൽ വ്യവസ്ഥയുണ്ട്. അത്തരം ഫണ്ടുകൾ ലഭ്യമാക്കുമെന്ന് പറഞ്ഞ് ഡൽഹി കേന്ദ്രമായി ചില പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ രംഗത്തുണ്ട്. യാതൊരു സുതാര്യതയുമില്ലാതെ ഇത്തരം കമ്പനികൾ നടത്തുന്ന ഏർപ്പാടുകളിൽ തലവെക്കാൻ സംഘടനകളെ നിർബന്ധിതമാക്കാനേ MP MLA ഫണ്ടുമായി ബന്ധപ്പെട്ട ഇത്തരം നയമാറ്റങ്ങൾക്ക് വഴിവെക്കൂ. പാർലമെന്റ് അംഗങ്ങളുടെയും നിയമസഭാംഗങ്ങളുടെയും പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും കമ്പ്യൂട്ടർ IT അധിഷ്ഠിത മൾട്ടിമീഡിയ സൗകര്യങ്ങൾ അനുവദിക്കുന്നതിന് ഏർപ്പെടുത്തിയ പുതിയ വിലക്കുകൾ മാറ്റാൻ കേരള സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും സംഘടനാ നേതാക്കൾ പറഞ്ഞു. കോഴിക്കോട് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ നേതൃത്വത്തിൽ KDC ബാങ്കിന് മുന്നിൽ കൂട്ടധർണ നടത്തി. ബാങ്കിൽ ജീവനക്കാർക്ക് 50 ലക്ഷം രൂപ വീതം ഭീമമായ ടാർജറ്റ് നൽകുകയും അത് പൂർത്തീകരിക്കാത്ത ജീവനക്കാരുടെ പ്രൊബേഷൻ തടഞ്ഞുവെക്കുകയും ചെയ്യുന്ന നടപടിക്ക് എതിരെയാണ് ധർണ നടത്തിയത്. INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KC രാമചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവരുടെ പ്രൊബേഷൻ കാലാവധി 1 വർഷമാണ്. ജീവനക്കാരുടെ സേവന വേതന ചട്ടങ്ങൾ പ്രകാരം 1 വർഷത്തിനു ശേഷം ജോലിയിൽ സ്ഥിരപ്പെടുത്തേണ്ടതാണ്. ഇത് സംബന്ധിച്ച ഒരു ചട്ടങ്ങളിലും നിക്ഷേപ സമാഹരണം പ്രൊബേഷനുള്ള മാനദണ്ഡമായി പറഞ്ഞിട്ടില്ല. ജീവനക്കാരുടെ പ്രൊബേഷന് നിക്ഷേപ ടാർജറ്റ് അടിച്ചേൽപ്പിക്കുന്നത് പിൻവലിക്കുക, ഓരോ പ്രൊമോഷനും പ്രൊബേഷൻ ഏർപ്പെടുത്തിയ നടപടി പിൻവലിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ധർണ നടത്തിയത്. INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KC രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകളിലും ഇല്ലാത്ത നിലപാടാണ് കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് അധികൃതർ സ്വീകരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. AITUC ജില്ലാ സെക്രട്ടറി KG പങ്കജാക്ഷൻ, AKBEF സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ലക്ഷ്മിദാസ്, AKBEF ജില്ലാ സെക്രട്ടറി KB സൂരി, KDF ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി A പ്രദീപ് കുമാർ, പ്രസിഡന്റ് മൂസ പന്തിരാങ്കാവ് തുടങ്ങിയവർ സംസാരിച്ചു. കഥാകൃത്ത് KR അജിത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ കഥാസമാഹാരം പ്രകാശനം ചെയ്തു. കഥാകൃത്ത് PK പാറക്കടവ് പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ചു. സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ സാമൂഹ്യ പ്രശ്നങ്ങളെ വരച്ചു കാട്ടുക എന്നതാണ് KR അജിത്തിന്റെ രചനയുടെ സവിശേഷതയെന്ന് PK പാറക്കടവ് പ്രകാശന ചടങ്ങിൽ പറഞ്ഞു. യുവ കഥാകൃത്ത് KR അജിത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ പ്രകാശനം കാലിക്കറ്റ് പ്രസ് ക്ലബിലാണ് നടന്നത്. പ്രശസ്ത എഴുത്തുകാരൻ PK പാറക്കടവ് പ്രകാശന കർമ്മം നിർവഹിച്ചു. PP M സലീം പുസ്തകം ഏറ്റുവാങ്ങി. ഈ വലിയ ദർശനത്തിന്റെ ഭാരമൊന്നും ഇല്ലാതെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ സാധാരണ കണ്ടുമുട്ടുന്ന അനുഭവങ്ങളെ കഥകളാക്കി മാറ്റിയിരിക്കുകയാണ്. എഡ്യൂമാർട്ട് പബ്ലിക്കേഷന്റെ സാഹിത്യ പ്രസിദ്ധീകരണ വിഭാഗമായ പിയാനോ ബുക്സ് ആണ് സമാഹാരം പ്രസിദ്ധീകരിക്കുന്നത്. സാഹിത്യ സംബന്ധമായ പുസ്തകങ്ങളാണ് പിയാനോ ബുക്സിലൂടെ എഡ്യൂമാർട്ട് മലയാളത്തിന് സമർപ്പിക്കുന്നത്. ജീവിതവുമായി ബന്ധപ്പെട്ട സൂക്ഷ്മതലങ്ങളെ പ്രമേയമാക്കുന്ന കഥകളാണ് KR അജിത്തിന്റേത്.
നിത്യേന നാം കാണുന്ന കാര്യങ്ങളെ അതിസൂക്ഷ്മമായി വിലയിരുത്തുകയും അത് മനോഹരമായ മലയാളത്തിന് കഥാരൂപത്തിൽ സമ്മാനിക്കുകയുമാണ് വടകര BM സ്കൂളിലെ അധ്യാപകനായ അജിത്. ചടങ്ങിൽ സതീഷ് കെ കൃഷ്ണകുമാർ, P ഹരിദാസൻ എന്നിവർ പങ്കെടുത്തു. KR അജിത്ത് മറുപടി പ്രസംഗം നടത്തി. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. Galaxy made of ABS material. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. വാർത്തകൾ തുടരുന്നു. ഇന്റർനെറ്റ് വെബ്സൈറ്റുകൾ നിർമ്മിച്ച് ഓൺലൈൻ പെൺവാണിഭം നടത്തി നിരവധി പേരിൽ നിന്നും പണം തട്ടിയ 2 അംഗ സംഘത്തെ പോലീസ് പിടികൂടി. മലപ്പുറം വേങ്ങര സ്വദേശി മുനീർ ചുക്കാൻ, വടകര മടപ്പള്ളി സ്വദേശി ദസ്തഗീർ എന്നിവരാണ് പിടിയിലായത്. കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിനടുത്ത ഫ്ളാറ്റിന് മുന്നിൽ നിന്നും തട്ടിപ്പിന് ശ്രമിക്കവെയാണ് ഇവർ പോലീസ് പിടികൂടിയത്. പെൺവാണിഭത്തിനായി കുട്ടികളെ ഫ്ളാറ്റുകളിൽ എത്തിച്ചു തരാമെന്ന് പറഞ്ഞ് പണം തട്ടുന്ന 2 പേർ പിടിയിൽ. മലപ്പുറം ചോലക്കൽ വീട്ടിൽ മുനീർ ചുക്കാൻ, വടകര കുളങ്ങരമ്മിത്തിൽ ദസ്തക്കീർ എന്നിവരെയാണ് ടൗൺ CITK അഷ്റഫും സിറ്റി ക്രൈം സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. കാലിക്കറ്റ് കോൾ ഗേൾസ്, എസ്കോട്ട് കാലിക്കറ്റ് എന്നീ വെബ്സൈറ്റുകൾ വഴിയാണ് തട്ടിപ്പ് നടത്തിയത്. വെബ്സൈറ്റുകളിൽ നൽകിയ ഫോൺ നമ്പറിൽ വിളിക്കുന്നവർക്ക് വാട്സപ്പ് വഴിയും ഇമെയിൽ വഴിയും പെൺകുട്ടികളുടെ ചിത്രം അയച്ചു കൊടുത്താണ് തട്ടിപ്പിന് കളമൊരുക്കുന്നത്. ആവശ്യക്കാരോട് കോഴിക്കോട് ബീച്ചിലോ റെയിൽവേ സ്റ്റേഷനിലോ എത്താൻ ആവശ്യപ്പെടും. ഇവരിൽ നിന്ന് പണം കൈപ്പറ്റിയ ശേഷം ഏതെങ്കിലും ഫ്ളാറ്റിലെത്തിച്ച് മുങ്ങും. തട്ടിപ്പിനിരയാകുന്നവർ നാണക്കേട് മൂലം പുറത്തു പറയാത്തതിനാൽ സംഘം തട്ടിപ്പ് തുടരുകയായിരുന്നു. ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങൾ, വെബ്സൈറ്റുകൾ എന്നിവയിൽ നിന്ന് പെൺകുട്ടികളുടെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്താണ് പ്രതികൾ തട്ടിപ്പിന് ഉപയോഗിക്കുന്നത്. ആവശ്യക്കാരെന്ന രൂപത്തിൽ വിളിച്ചു വരുത്തി ചൊവ്വാഴ്ച പകൽ 1 കോർപ്പറേഷൻ ഓഫീസ് പരിസരത്തു നിന്നാണ് അന്വേഷണ സംഘം പ്രതികളെ പിടികൂടിയത്. സമൂഹത്തിലെ ഉന്നതരടക്കം 20ഓളം പേരാണ് തട്ടിപ്പിനിരയായത്. എന്നാൽ 100ഓളം പേരിൽ നിന്ന് ഇത്തരത്തിൽ പണം തട്ടിയെടുത്തതായാണ് സൂചന. ഇവർക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കി നൽകിയ ബംഗളൂരു സ്വദേശിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതായും ഇയാളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് പറഞ്ഞു. ഇവരിൽ നിന്ന് 5 മൊബൈൽ ഫോണുകൾ പിടികൂടിയിട്ടുണ്ട്. ഈ ഫോണുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിക്കും. റോഡ് സുരക്ഷാ നിയമം 2014 നടപ്പാക്കുന്നതിനെതിരെ RTO ഓഫീസിന് മുന്നിൽ കരിദിനാചരണവും ധർണയും നടത്തി. CITU ജില്ലാ സെക്രട്ടറി T ദാസൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഓട്ടോ കൺസൾട്ടന്റ് വർക്കേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത്. റോഡ് സുരക്ഷാ നിയമം 2014 നടപ്പാക്കുന്നതിനെതിരെ RTO ഓഫീസിന് മുന്നിൽ കരിദിനാചരണവും ധർണയും നടത്തി. കേരളത്തിലെ റോഡ് ഗതാഗത മേഖല പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി ഏറ്റെടുക്കുന്നതിനെതിരെയാണ് ഓൾ കേരള ഓട്ടോ കൺസൾട്ടന്റ് വർക്കേഴ്സ് അസോസിയേഷൻ CITU കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത്. മോട്ടോർ വാഹന മേഖലയിൽ അധികാര കേന്ദ്രീകരണം ലക്ഷ്യമിടുന്നതാണ് ഈ ബില്ല്. അതുകൊണ്ട് തന്നെ ബില്ല് പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം. ഈ നിയമം നിലവിൽ വന്നാൽ 1000-ലധികം തൊഴിലാളികൾക്ക് തൊഴിലില്ലാതാകും. സുരക്ഷിതത്വമല്ല ഈ നിയമം ഉണ്ടാക്കുന്നത്, മറിച്ച് സംസ്ഥാനത്തിന്റെ അധികാരമാണ് ഇല്ലാതാവുന്നത്. പ്രതിഷേധ പരിപാടി CITU ജില്ലാ സെക്രട്ടറി T ദാസൻ ഉദ്ഘാടനം ചെയ്തു. ഈ നിയമം പാസാക്കുന്നതിനെ CITU ശക്തമായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ മേഖലയെ മാത്രമല്ല, പണിയെടുക്കുന്ന തൊഴിലാളികളെ കുറിച്ച് നമ്മുടെ രാജ്യത്ത് വലിയ തോതിലുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നു വരുന്നത്. ഫെബ്രുവരി 9 ഇതേ ആവശ്യം ഉന്നയിച്ച് കളക്ടറേറ്റ് മാർച്ച് നടത്തും. ഓൾ കേരള ഓട്ടോ കൺസൾട്ടന്റ് വർക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് M ധർമ്മജൻ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി M പ്രദീപ് കുമാർ സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് A പ്രദീപ്, സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസന പദ്ധതി അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ ഗൂഢാലോചന നടക്കുന്നതായി ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു. ആക്ഷൻ കമ്മിറ്റിയുടെ സമരപ്രഖ്യാപന കൺവെൻഷനിലാണ് ജില്ലാ കളക്ടർക്കെതിരെ രൂക്ഷ വിമർശനമുയർന്നത്. ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചനയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഫെബ്രുവരി 13 കളക്ടറേറ്റിന് മുന്നിൽ ഉപവാസം നടത്തും. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസന പദ്ധതി അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ ഗൂഢാലോചന നടക്കുന്നതായി ആക്ഷൻ കമ്മിറ്റി സമരപ്രഖ്യാപന കൺവെൻഷനിൽ ആരോപണം. ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ കുറ്റകരമായ വീഴ്ച കാണിച്ചത് സംശയാസ്പദമാണെന്നും കമ്മിറ്റി കുറ്റപ്പെടുത്തി. മലാപ്പറമ്പ് ഇക്ര സ്കൂളിൽ ചേർന്ന കൺവെൻഷൻ ഈ മാസം 13 കളക്ടറേറ്റിന് മുൻപിൽ കൂട്ട ഉപവാസം നടത്തുവാൻ തീരുമാനിച്ചു. അടുത്ത ഘട്ടത്തിൽ ദേശീയപാത ഉപരോധം, ഹർത്താൽ എന്നിവ സംഘടിപ്പിക്കും. അനിശ്ചിതകാല സമരവും സംഘടിപ്പിക്കും. റവന്യൂ വകുപ്പ് ഭൂമി വിട്ടുകൊടുക്കാത്തതിനാൽ റോഡ് ഫണ്ട് ബോർഡ് അനുവദിച്ച 5 കോടി രൂപ ലഭ്യമാക്കാനായില്ല. ജില്ലാതല പർച്ചേസ് കമ്മിറ്റി റിപ്പോർട്ട് യഥാസമയം സർക്കാരിന് അയച്ചു കൊടുക്കാത്തതിനാൽ
സംസ്ഥാനതല എംപവേർഡ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് റിപ്പോർട്ട് എത്തിയിട്ടില്ല. സർക്കാർ പ്രാഥമികമായി നൽകാമെന്നേറ്റ 25 കോടി രൂപ ഇതിനാൽ മുടങ്ങി. നവംബർ 13-നകം ജില്ലാതല പർച്ചേസ് കമ്മിറ്റി ചേർന്ന് നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും ജനുവരി 31 വരെ ഇതിന്റെ റിപ്പോർട്ട് മുകളിലേക്ക് അയക്കാതെ ജില്ലാ കളക്ടർ താമസിപ്പിച്ചുവെന്ന് കൺവെൻഷൻ ചൂണ്ടിക്കാട്ടി. കരട് വിജ്ഞാപനത്തിലെ കാലാവധി ഏപ്രിൽ മാസത്തോടെ അവസാനിക്കുകയാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഫണ്ട് ഇതിനു മുൻപ് അനുവദിച്ച് സ്ഥലമെടുപ്പ് പൂർത്തിയാക്കുക, പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് MGS നാരായണന്റെ നേതൃത്വത്തിൽ 11-ന് കൂട്ടോപവാസം നടത്തുന്നത്. സമരപ്രഖ്യാപന കൺവെൻഷനിൽ MGS നാരായണൻ അധ്യക്ഷം വഹിച്ചു. UK കുമാരൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനമ്മ കുഞ്ഞുണ്ണി, മുൻ മേയർ CJ റോബിൻ, കൌൺസിലർമാരായ KT പത്മജ, P കൃഷ്ണൻചന്ദ്, K ബാലഗോപാലൻ, K സത്യനാഥൻ, മുൻ കൌൺസിലർമാരായ TK വേണു, സിറാജ് വെള്ളിമടുകുന്ന്, മുസ്ലിം ലീഗ് നേതാവ് PM കോയ, രാജൻ എന്നിവർ സംസാരിച്ചു. PV സ്വാമി റോഡും കല്ലായി റോഡ് മുതൽ സമൂഹം റോഡ് ജംഗ്ഷൻ വരെയുള്ള റോഡും അടിയന്തരമായി നന്നാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ കൂട്ടായ്മ നടത്തി. ഈ പ്രതിഷേധ പരിപാടി ഒരു സൂചന മാത്രമാണെന്നും ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ഇനിയും സംഘടിപ്പിക്കുമെന്നും സ്ഥലത്തെ വ്യാപാരികളും പരിസരവാസികളും പറഞ്ഞു. PV സ്വാമി റോഡും കല്ലായി റോഡ് മുതൽ സമൂഹം റോഡ് ജംഗ്ഷൻ വരെയുള്ള റോഡും അടിയന്തരമായി നന്നാക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥലം വ്യാപാരികളും പരിസരവാസികളും പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഷെറാട്ടൺ കോംപ്ലക്സ് പരിസരത്താണ് കൂട്ടായ്മ നടത്തിയത്. നിരവധി വിദ്യാലയങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന നഗരത്തിലെ പ്രധാന റോഡാണ് കുണ്ടും കുഴിയുമായി മാറിയിരിക്കുന്നത്. പരിസരത്തെ മറ്റ് റോഡുകളെല്ലാം റീടാറിംഗ് ചെയ്തിട്ടും ഈ റോഡ് മാത്രം അധികൃതർ അവഗണിക്കുകയാണ്. സൂചനാ സമരം എന്ന നിലയ്ക്കാണ് പ്രതിഷേധ കൂട്ടായ്മ നടത്തുന്നതെന്നും തുടർന്നും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. TV കൃഷ്ണൻ, K ഹസൻകോയ, പടിയേരി ഗോപാലകൃഷ്ണൻ, V സജീവൻ, അഡ്വക്കേറ്റ് ഗോപി മോഹൻ, വനജ S നായർ, ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പുകവലിയിലും മദ്യപാനത്തിലും പാൻപരാഗിലും തുടങ്ങി പിന്നീട് മയക്കുമരുന്നിലേക്ക് എത്തുന്ന കുട്ടികൾക്കും യുവതീ യുവാക്കൾക്കും വേണ്ടി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ നടന്നു. വിദ്യാലയത്തിൽ നിന്നും ഹൃദയം സംസാരിക്കുന്നു എന്ന വാക്യവുമായാണ് പ്രതിജ്ഞ നടന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ കണ്ടുവരുന്ന സ്വഭാവദൂഷ്യം ഇല്ലാതാക്കാനും ചതിക്കുഴികളിൽ നിന്ന് അവരെ രക്ഷിക്കുവാനും രൂപീകരിച്ചതാണ് വിദ്യാലയ ജാഗ്രതാ സമിതി. തെറ്റിന്റെ വഴികളിലേക്ക് തെന്നി വീഴുന്ന കുട്ടികൾക്ക് നേർവഴി കാണിക്കാൻ കോഴിക്കോട് സിറ്റി പോലീസിന്റെയും പൊതുസമൂഹത്തിന്റെയും നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയ സവിശേഷ പദ്ധതിയാണ് ORC. സമൂഹത്തിന് ബാധ്യതയായി മാറുവാൻ സാധ്യതയുള്ള കുട്ടികളെ സമൂഹത്തിന്റെ സ്വത്താക്കി മാറ്റുകയാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ലക്ഷ്യം. SPG, ORC, ജാഗ്രതാ സമിതി എന്നിവരുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷം 5 ഘട്ടങ്ങളിലായി ഓരോ വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വ്യത്യസ്ത ഡിവിഷനുകളിലെ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകിയിട്ടുണ്ട്. അവസാന ബാച്ചിനുള്ള 6ാം ഘട്ട ക്ലാസ് സ്കൂൾ സ്മാർട്ട് ക്ലാസ് റൂമിൽ നടന്നതോടെ മുഴുവൻ കുട്ടികൾക്കും ക്ലാസ് ലഭ്യമായി. പുകവലിയിലും മദ്യപാനത്തിലും പാൻപരാഗിലും തുടങ്ങി പിന്നീട് മരണഹേതുവായ മയക്കുമരുന്നുകളിലേക്ക് കുട്ടികളും യുവതീ യുവാക്കളും മാറുന്ന കാഴ്ച എപ്പോഴും കണ്ടുവരികയാണ്. ഇതിനെതിരെയുള്ള സംയുക്ത കൂട്ടായ്മയും ബോധവൽക്കരണവുമാണ് വിദ്യാലയങ്ങളിൽ നിന്ന് ഹൃദയം സംസാരിക്കുന്നു എന്ന സങ്കല്പത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തത്. വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികൾക്കും ഓരോ പ്രതിജ്ഞാപത്രം നൽകിക്കൊണ്ട് കൂട്ടായ പ്രതിജ്ഞ നടത്തി. ICD ജാഗ്രത ബ്രിഗേഡ് ക്യാപ്റ്റൻ അക്ഷയ് ലായ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സൗത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ AJ ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ORC പ്രതിനിധി TV അശോകൻ, ഷെയ്ഖ് ഷറഫുദ്ദീൻ, ശുഭമ്മ D എന്നിവർ സംബന്ധിച്ചു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. Galaxy made of ABS material. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ UDF ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ആദായനികുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KPCC ജനറൽ സെക്രട്ടറി സുമ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരായി UDF ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ആദായനികുതി ഓഫീസ് മാർച്ച് നടത്തി.
KPCC ജനറൽ സെക്രട്ടറി സുമാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. MK രാഘവൻ MP മുഖ്യപ്രഭാഷണം നടത്തി. DCC പ്രസിഡന്റ് KC അബു അധ്യക്ഷനായിരുന്നു. N സുബ്രഹ്മണ്യൻ, KV സുബ്രഹ്മണ്യൻ, അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ, ദിനേശ് പെരുമണ്ണ തുടങ്ങിയവർ സംസാരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആരംഭിക്കാനിരുന്ന കാസ് ലാബ് നിർത്തിവെച്ചത് സ്വാഗതം ചെയ്യുന്നതായി MSF സംസ്ഥാന പ്രസിഡന്റ് TP അഷ്റഫ് അലി. വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ നടത്താനിരുന്ന വൻ അഴിമതിയാണ് ഇതോടെ ഇല്ലാതായതെന്നും അദ്ദേഹം പറഞ്ഞു. അത് നടക്കുകയാണെങ്കിൽ വമ്പിച്ച അഴിമതിക്കും അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ അവിടെ തന്നെ ഒരു 10 സെന്റ് വാങ്ങി വീട് വെച്ച് താമസിക്കേണ്ട അവസ്ഥയിലേക്കും വലിയ കേസുകൾ ഉണ്ടാകാവുന്ന ഒരു പ്രോജക്റ്റാണ് കാസ് ലാബ്. അതിൽ സംശയമൊന്നുമില്ല. കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഏറ്റവും അധികം വരിക്കാരുള്ള പ്രസിദ്ധീകരണമായി മിസ്സിവ് മാസികയുടെ പ്രകാശനം ഫെബ്രുവരി 6 വൈകുന്നേരം 3 മണിക്ക് കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ നടക്കും. സാഹിത്യരംഗത്തെ വിദ്യാർത്ഥി പ്രതിഭകൾ ചേർന്നാണ് പ്രകാശനം നിർവഹിക്കുന്നതെന്ന് ചീഫ് എഡിറ്റർ TP അഷ്റഫ് അലി പറഞ്ഞു. മുൻ സർവീസസ് താരവും കൊയിലാണ്ടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വനിതാ ഫുട്ബോൾ പരിശീലകനുമായ കുഞ്ഞിക്കണാറിന്റെ ഭാര്യ ഇന്ദിരാദേവിയുടെ സ്മരണയ്ക്കായി സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിൽ കോഴിക്കോട് ജില്ലയിലെ പ്രമുഖരായ 6 വനിതാ ടീമുകൾ മാറ്റുരച്ചു. ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ രക്ഷിതാക്കളും കാണികളും കളിസ്ഥലത്തെത്തി. വനിതാ ഫുട്ബോൾ മത്സരം ഫുട്ബോൾ പ്രേമികൾക്ക് വേറിട്ട അനുഭവമായി. മുൻ സർവീസസ് താരവും കൊയിലാണ്ടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വനിതാ ഫുട്ബോൾ പരിശീലകയുമായ കുഞ്ഞിക്കണാറിന്റെ ഭാര്യ ഇന്ദിരാദേവിയുടെ സ്മരണയ്ക്കായി സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിൽ കോഴിക്കോട് ജില്ലയിലെ പ്രമുഖരായ 6 വനിതാ ടീമുകളാണ് മാറ്റുരച്ചത്. സംസ്ഥാന ജില്ലാ താരങ്ങളടങ്ങിയ സെപ്റ്റ് കോഴിക്കോട്, പ്രഥമ വനിതാ ഫുട്ബോൾ സുബ്രതോ കപ്പ് നേടിയ നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കോർപ്പറേഷൻ ഫുട്ബോൾ അക്കാദമി, സെന്റ് മേരീസ് കല്ലാനോട്, രാജാസ് ഹയർ സെക്കൻഡറി പുറമേരി, ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി കൊയിലാണ്ടി എന്നിവരാണ് കാൽപന്ത് കളിയുടെ മികവ് കാട്ടിയത്. ഫുട്ബോൾ കളിയുടെ മാസ്മരികത കാണാനെത്തിയവരെ ഹരം പിടിപ്പിച്ചത് വേഗതയും കൃത്യവുമായ പാസുകളും ബോൾ കൺട്രോളും സ്കിൽ ഡീബ്ലിംഗും കാണികൾക്കും പുത്തൻ അനുഭവമായിരുന്നു. പങ്കെടുത്ത ഓരോ ടീമുകളും വർഷങ്ങളായി പരിശീലനം നേടിയ താരങ്ങളാണ്. കളിയുടെ പ്രാഥമിക മത്സരം മുതൽ ഫൈനൽ മത്സരം വരെ കളിയുടെ മികവാർന്ന ശൈലികൾ തന്നെ പുറത്തെടുത്തു. നല്ല കളിയാണ്, നന്നായിട്ട് കളിക്കും. ഇനിയും ഇതിൽ കൂടുതൽ കളിക്കാൻ ശ്രമിക്കും. നന്നായിട്ട് മലയോര മേഖലയിലെ പ്രതികൂല കാലാവസ്ഥയിൽ പരിശീലിച്ച സെന്റ് മേരീസ് കല്ലനോടിലെ വിദ്യാർത്ഥികൾ എതിരില്ലാത്ത 2 ഗോളിനാണ് പുറമേരി രാജാസ് ഹയർ സെക്കൻഡറിയെ പരാജയപ്പെടുത്തിയത്. കളിയിലെ ദ്രുതചലനങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കുമൊപ്പം രക്ഷിതാക്കളും കളി കാണാനെത്തിയവരും പ്രോത്സാഹനമായി നിന്നത് താരങ്ങളുടെ ആവേശം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. പുരുഷ ഫുട്ബോൾ മത്സരത്തിനൊപ്പം നിൽക്കാൻ തങ്ങളും പ്രാപ്തരാണെന്ന് കളിയിലൂടെ തെളിയിക്കാൻ ഇവർക്ക് സാധിച്ചു. ഇത്തരം ടൂർണമെന്റുകൾ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കണമെന്ന് കായിക താരങ്ങൾ അഭിപ്രായപ്പെട്ടു. വൈദ്യവിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ കുലപതിയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഡോക്ടർ K മാധവൻകുട്ടിക്ക് കോഴിക്കോട് നാഷണൽ ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് സീനിയർ ഡോക്ടേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. ഡോക്ടർ MGS നാരായണൻ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നവതി ആഘോഷിക്കുന്ന ഡോക്ടർ K മാധവൻകുട്ടിക്ക് സീനിയർ ഡോക്ടേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഡോക്ടർ MGS നാരായണൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ മുഴുവൻ ഡോക്ടറായി വർത്തിക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ മാധവൻകുട്ടിയെന്ന് MGS നാരായണൻ പറഞ്ഞു. സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമാണ്. ആക്ഷേപങ്ങൾക്കിട നൽകാത്ത വ്യക്തിത്വമാണെന്നും MGS വിശദീകരിച്ചു. ഡോക്ടർ K മൊയ്തു ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ CG സേതുമാധവൻ ഡോക്ടർ K മാധവൻകുട്ടിയെ പരിചയപ്പെടുത്തി. DCC പ്രസിഡന്റ് KC അബു പൂച്ചെണ്ട് നൽകി. മലയാള മനോരമ ചീഫ് ന്യൂസ് എഡിറ്റർ PJ ജോഷ പൊന്നാടി അണിയിച്ചു. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ ഉപഹാരം നൽകി. ഡോക്ടർ KV രാജു പ്രശംസാപത്രം വായിച്ചു. പ്രൊഫസർ രമേശ്, IMA പ്രസിഡന്റ് ഡോക്ടർ അജിത് ഭാസ്കർ, ഡോക്ടർ A രാമനാഥൻ, ഡോക്ടർ S ഭദ്രൻ, ഡോക്ടർ S ശാന്തകുമാർ, മലബാർ ചേംബർ പ്രസിഡന്റ് C മോഹനൻ, ഡോക്ടർ N വിജയൻ, സുപ്രഭാതം എഡിറ്റർ നവാസ് പുനൂർ, ഡോക്ടർ പ്രഭാകരൻ, സാഹിത്യകാരി KP സുധീര, ഡോക്ടർ ബൽരാജ്, ലൂസി വർഗീസ്, CE ചാക്കുണ്ണി, K അബൂബക്കർ, M രാജൻ, ഡോക്ടർ TK ജയരാജ്, ഡോക്ടർ PV രാമചന്ദ്രൻ, ഡോക്ടർ KP ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ K മാധവൻകുട്ടി മറുപടി പ്രസംഗം നടത്തി. K വിനോദ് കുടുംബ സഹായ നിധി കൈമാറി. മോട്ടോർ എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ കക്കോടി സെക്ഷൻ കമ്മിറ്റി സ്വരൂപിച്ച തുക സംഘടനാ ജില്ലാ പ്രസിഡന്റ് A പ്രദീപ് കുമാർ MLA വിനോദ് കുമാറിന്റെ കുടുംബത്തിന് നൽകി. കോഴിക്കോട് ജില്ലാ മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ CITU കക്കോടി സെക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ
അകാലത്തിൽ മരണമടഞ്ഞ കെ വിനോദ് കുമാറിന്റെ കുടുംബത്തിനുള്ള ധനസഹായം കൈമാറി. സെക്ഷൻ പ്രസിഡന്റ് ടി.എൻ. ചിത്രാകരൻ അധ്യക്ഷം വഹിച്ച ചടങ്ങ് കോഴിക്കോട് ജില്ലാ മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് എ. പ്രദീപ് കുമാർ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ ബ്രാഞ്ച് സെക്രട്ടറി വിനോദ് കുമാർ പ്രദീപ് കുമാറിന് ഫണ്ട് കൈമാറി. സെക്ഷൻ സെക്രട്ടറി ബീരാൻ കോയ, CIT കോഴിക്കോട് ജില്ലാ ട്രഷറർ കെ. ചന്ദ്രൻ മാസ്റ്റർ, CPM കക്കോട് ഏരിയ സെക്രട്ടറി N. രാജേഷ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി. മുകുന്ദൻ, ഏരിയ സെക്രട്ടറി സി. മോഹനൻ, ട്രീജ ശൈലേഷ്, ചാനാരി വിജയൻ, രമേശൻ മാറോളി, ജുമൈലത്ത്, KP സുനിൽകുമാർ, PM ധർമ്മരാജൻ, നിയാസ് സി എന്നിവർ സംസാരിച്ചു. ഇനി ക്ഷേത്രവിശേഷങ്ങൾ. ബേപ്പൂർ BC റോഡ് തറയിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം സമാപിച്ചു. ഫെബ്രുവരി 2-3 തീയതികളിലായിരുന്നു ഉത്സവാഘോഷ പരിപാടികൾ നടന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചിറ്റാരി പലക്കോളിൽ കേശവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം നടന്നത്. കലവറ നിറയ്ക്കൽ, ഗണപതി ഹോമം, കലങ്കരി, സർവൈശ്വര്യ പൂജ, ദീപാരാധന, ഭഗവതി സേവ, അരീക്കാട് പട്ടേരി സംജഷിന്റെ പ്രഭാഷണം എന്നിവ നടന്നു. ക്ഷേത്രത്തിലെ പൂജകൾക്ക് ക്ഷേത്രകർമ്മി ഭരതൻ തറയിൽ കാർമ്മികത്വം വഹിച്ചു. ഉത്സവ ദിവസം ഗണപതി ഹോമത്തോടെ പരിപാടികൾ ആരംഭിച്ചു. തുടർന്ന് പറനിറയ്ക്കൽ, കൽക്കുന്നത്ത് ശിവക്ഷേത്രത്തിൽ നിന്നും കലശം എഴുന്നള്ളത്ത്, പ്രസാദഊട്ട്, ഗുരുവെള്ളാട്ട്, തൈപ്പൂയ പൂജ, ദീപാരാധന, ഭദ്രകാളി വെള്ളാട്ട്, നാഗകാളി വെള്ളാട്ട്, പീതാംബരൻ ടീമിന്റെ തായമ്പക, താലപ്പൊലി, ഭഗവതി തിറ, ഗുളികൻ തിറ എന്നിവയുമുണ്ടായിരുന്നു. നടുവട്ടം ഗോപുരത്തിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ പരിപാടികൾ സമാപിച്ചു. ക്ഷേത്ര ചൈതന്യ സംവർദ്ധകങ്ങളായ ഹോമാദി പൂജകളും വെള്ളാട്ട് തിറ, താലപ്പൊലി മുതലായ പരിപാടികളോടും കൂടിയാണ് ഉത്സവാഘോഷ പരിപാടികൾ നടന്നത്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് P. K. മുകുന്ദൻ, സെക്രട്ടറി കളക്കണ്ടി കൃഷ്ണൻ, ട്രഷറർ A. B. ഗിരീഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പുലർച്ചെ ഗണപതി ഹോമത്തോടെ പരിപാടികൾ ആരംഭിച്ചു. ദീപാരാധന, പൂജ, അത്താഴ പൂജ, ഉഷപൂജ, വിശേഷാൽ പൂജകൾ, ആണ്ടിയൂട്ട്, വെള്ളാട്ട്, തായമ്പക, താലപ്പൊലി, തിറ എന്നിവയുമുണ്ടായിരുന്നു. ഗോപുരത്തിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവവും സംഘടിപ്പിച്ചു. രാവിലെ 5 മണിക്ക് നടതുറക്കൽ, പാലഭിഷേകം, പഞ്ചാമൃതം, വൈകിട്ട് 7 മണിക്ക് കാവടി എഴുന്നള്ളത്ത്, പാലഭിഷേകം എന്നിവയുമുണ്ടായിരുന്നു. വാർത്തകൾ ചുരുക്കത്തിൽ. ജാതിമതത്തിനെതിരെ ചിന്തിക്കുന്നവരുടെയും പ്രസ്ഥാനത്തിനായി പ്രവർത്തിക്കുന്നവരുടെയും ലക്ഷ്യപ്രാപ്തിക്ക് നിലവിലുള്ള സമ്പ്രദായത്തിന് എതിരായി ചിന്തിച്ച് വിവാഹിതരായവരുടെയും അനുഭാവികളുടെയും സംഘടനയാണ് മനുഷ്യയുടെ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റിയുടെയും കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെയും രൂപീകരണം ഫെബ്രുവരി 7 രാവിലെ ഗാന്ധിഗൃഹത്തിൽ നടക്കും. 25ാമത് ഭീമ ബാലസാഹിത്യ അവാർഡ് കണ്ണൂർ കടമ്പൂർ അംബുജത്തിന് നൽകും. സച്ചിന്റെ ആനകൾ എന്ന പുസ്തകമാണ് അവാർഡ് നേടിക്കൊടുത്തത്. ഏറ്റവും നല്ല ബാലസാഹിത്യ കവർ ചിത്രകാരനായി A. ബാലകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു. കുട്ടികളുടെ വിഭാഗത്തിനുള്ള സ്വാതികിരൺ സ്മാരക അവാർഡ് 2 കുട്ടികൾ പങ്കിട്ടു. കാണാത്ത മഴ എന്ന പുസ്തകം രചിച്ച കാസർഗോഡ് ഇരിയമുട്ടിച്ചെറലിലെ ഫസീല സലീമും തലശ്ശേരി ഒളവിലം അവനിയിൽ A. അനഘ രചിച്ച പാതിവാക്ക് എന്ന കൃതിക്കുമാണ് അവാർഡ്. ഫെബ്രുവരി 18 ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ അവാർഡുകൾ വിതരണം ചെയ്യും. മഹാത്മാഗാന്ധി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട് ജില്ലയിലെ നിർധനരായ 100 പേർക്ക് സൗജന്യമായി വീൽചെയർ വിതരണം ചെയ്യുന്നു. ഫെബ്രുവരി 8 വൈകുന്നേരം 5 വടകര ടൗൺ ഹാളിൽ വടകര MP മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സൗജന്യ വീൽചെയർ വിതരണം വടകര ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് നൽകിക്കൊണ്ട് വടകര നഗരസഭാ ചെയർപേഴ്സൺ PP രഞ്ജിനി നിർവഹിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 8 കാലത്ത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് രാവിലെ 10 മണിക്ക് ആരംഭിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണത്തിന് ആവശ്യമായത് ആരോഗ്യ സാക്ഷരതയാണെന്ന് പുരുഷൻ കടലുണ്ടി MLA. ബാർക്കോഴ കേസിൽ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതൃത്വത്തിൽ ജനകീയ സത്യാഗ്രഹവും താലൂക്ക് ഓഫീസ് മാർച്ചും.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കാത്ത് ലാബ് നിർത്തിവെച്ചത് സ്വാഗതം ചെയ്യുന്നതായി MSS സംസ്ഥാന പ്രസിഡന്റ് TP അഷ്റഫ് അലി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material. Premier, genuine leather footwear, രോഗവിമുക്ത പാദങ്ങൾ.